അധ്യായം 19. പ്രതിഫലത്തിൻ്റെ വറ്റാത്ത ഉറവയ്ക്കായി. ഉമ്മയുടെ തലയിലൂടെ വിരലോടിച്ചാൽ മുഴച്ചിരിക്കുന്നൊരു തഴമ്പ് കാണാം. 40 കൊല്ലം മുന്നേ കുറേ കാലം വലിയ വെള്ളക്കുടം തലയിലേറ്റി നടന്നപ്പോൾ കഷ്ടപ്പാട് കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലെന്നോണം രൂപപ്പെട്ട് ഇന്നും മൂർധാവിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു തഴമ്പ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കിണറുകളും കുഴൽക്കിണറുകളും നിർമ്മിച്ച് വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ധാരാളം കുടുംബങ്ങൾക്ക് ആശ്വാസമേകാൻ നമുക്ക് സാധിച്ചു. ധാരാളം കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയ കുടിവെള്ള പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാനായി. പടച്ചവൻ്റെ ഉറവ പറ്റാത്ത പ്രതിഫലമുദ്ദേശിച്ച് ഇത്തരം സതുദ്യമങ്ങളിൽ ഭാഗമാകുന്നവർക്ക് മണ്ണിനുമേരെ നടക്കുമ്പോഴും ഒരട്ടി മണ്ണ് പുതച്ചുറങ്ങുമ്പോഴും ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും? ലാഭം മാത്രം തിരിച്ചു കിട്ടുന്ന എന്ത് നല്ല കച്ചവടം! ദാഹിച്ചു വലഞ്ഞ നായയ്ക്ക് വെള്ളം കൊടുത്ത് കാരുണ്യം കാണിച്ച ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ പാപം അള്ളാഹു പുറത്തു കൊടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിം. മൃഗങ്ങൾക്ക് സേവനം ചെയ്താലും പ്രതിഫലമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പച്ചക്കരുള്ള എല്ലാറ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി. ശ്വാസം നിലയ്ക്കും മുമ്പ് നാളേക്കൊരു കരുതലെന്ന ഉദ്ദേശ്യത്തോടെ ബിസ്മിയുടെ കുടിവെള്ള സംരംഭത്തിന് ഒപ്പം നിൽക്കുന്നവർക്ക് റബ്ബ് തുള്ളിക്കൊരു കുടവും അതിലേറെയും പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഈ ലോകത്ത് വെച്ച് വിശ്വാസിയുടെ ഒരു പ്രയാസം അകറ്റിയാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം അള്ളാഹു അകറ്റുന്നതാണ്. ബുദ്ധിമുട്ടുകൊണ്ട് വലഞ്ഞ ഒരാൾക്ക് ആരെങ്കിലും ആശ്വാസം നൽകിയാൽ ഈ ലോകത്തും അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പം പ്രദാനം ചെയ്യും. തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു തൻ്റെ അടിമയെയും സഹായിക്കുന്നതാണ്. മുസ്ലിം.